बहुत प्रार्थना के साथ में हम परमेश्वर की उपस्थिति में रहेगा। आज परमेश्वर का दासी सिस्टर मेरी उलेदार अपना बीच में वचन शेयर करने के लिए और उनकी टेस्टिमनी बताने के लिए आया है। आज इन കർത്താവിന്റെ ദാസി പ്രിയ मेरी सिस्टर നമ്മുടെ ഇടയിലുണ്ട് സാക്ഷ്യമായിട്ട് വചനമായിട്ട് നമ്മളോട് ഷെയർ ചെയ്യും। मैं परमेश्वर के दासी के प्रभु यीशु मसीह के पवित्र नाम में अपना इस जो रिवाइवल मीटिंग में स्वागत करना चाहता हूं। കർത്താവിന്റെ ദാസി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ റിവൈവൽ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു। मैं विश्वास करते हैं प्रभु का आत्मा परमेश्वर के दासी के द्वारा हम सबका जीवन को छूने वाला वचन हमसे बताने वाला है। ഞാൻ വിശ്വസിക്കുന്നു പ്രിയ ദേവദാസി കൂടെ കർത്താവിന്റെ ആത്മാവ് നമ്മളെല്ലാം തൊടുന്ന ദൈവത്തിന്റെ വചനം കൂടി നമ്മളോട് സംസാരിക്കും। बाकी समयों में प्रभु का दासी के लिए देना चाहता हूं। ബാക്കിയുള്ള സമയം പ്രിയ ദേവദാസിയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു। प्रेज द लॉर्ड। परमेश्वर के नाम को धन्यवाद हो। परमेश्वर ने ये मौका मुझे दिया है आपके चर्च के द्वारा प्रभु के वचन को और मेरी गवाही को शेयर करने का मैं प्रभु को धन्यवाद देना चाहती हूँ। ദൈവത്തിന്റെ നാമത്തിന് ഞാൻ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു। പാസ്റ്റർക്ക് നന്ദി പറയുന്നു। പ്രത്യേകിച്ചും എനിക്ക് ഇങ്ങനെ ഒരു അവസരം സഭയിൽ വന്ന് വചനം ഷെയർ ചെയ്യുവാൻ തക്കോണം നൽകിയതിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു। परमेश्वर को धन्यवाद देती हूँ। ये समय के लिए थोड़ा अलग लग रहा है क्योंकि सामने कोई नहीं है, मैं अकेली हूँ, तो फिर प्रचार करने के लिए थोड़ा अलग लग रहा है, लेकिन प्रभु के नाम को धन्यवाद हो। आज तो मेरा मैसेज है, शॉर्ट मैसेज ही है और गवाही इसके साथ में शेयर करूंगी, लेकिन मेरा मैसेज भी कुछ ऐसा ही है कि there are times in our life that we will have to go into a new season. So message है going into a new season. ഞാൻ ഇന്ന് രാത്രികാലം ഒരു പ്രത്യേക രീതിയിലാണ് സന്ദേശം പറയുന്നത്. കാരണം ഞാനിവിടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നതിൻ്റെ കൂടെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് ഇന്ന് എനിക്ക് ഈ വചനം പറയുമ്പോൾ ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല ഇന്ന് ഞാൻ പറയുവാൻ പോകുന്ന മെസ്സേജ് ദൈവം നമുക്ക് ഒരു പുതിയ സീസൺ നൽകുവാൻ ഇടയായിത്തീരുന്നു എന്നൊരു സന്ദേശമാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്। कि अगर हमको कोई नए सीजन में जाना है, नए ऋतु में जाना है, नए काल में यदि हमको जाना है, नए स्तर में हमको जाना है, നമുക്ക് ഒരു പുതിയ സീസണിലേക്ക് ഒരു പുതിയ സമയത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ तो हमको पुराना जो सीजन था उसे छोड़ना पड़ता है। നമുക്ക് പഴയ സീസണെ നാം വിട്ടുകളവാൻ ഇടയായിത്തീരണം। और कई बार ये बदलावन है एक पड़ाव से दूसरे पड़ाव में जाने का या एक स्तर से दूसरे स्तर में जाने का। നാം ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് പോകുമ്പോൾ ഒരു സ്റ്റെപ്പിൽ നിന്ന് മറ്റൊരു സ്റ്റെപ്പിലേക്ക് പോകേണ്ടതായി വരുമ്പോൾ कई बार ये ट्रांजिशन या फिर ये जो बदलावन है हमको अच्छा भी नहीं लगता। ഇങ്ങനെയുള്ള ഒരു മാറ്റം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വളരെയധികം പ്രശ്നങ്ങൾ ഉളവാക്കും। ചിലപ്പോൾ അത് നമുക്ക് സന്തോഷകരമാകുകയില്ല। ഞാൻ കർത്താവിന്റെ നാമത്തിന് നന്ദി പറയുന്നു। ഞാൻ എൻ്റെ ജീവിതത്തിലും വളരെയധികം കാര്യങ്ങൾ അനുഭവിക്കാനിടയായി തീർന്നു। ഞാൻ എൻ്റെ സാക്ഷ്യം പറയാൻ ആരംഭിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്। എന്നാൽ ആ സമയത്തൊന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല। അങ്ങനെ ഞാൻ ഒരു നാമോദയ ക്രിസ്തീയ കൂട്ടായ്മയ്ക്ക് ആരാധനയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു। सिस्टर कैन यू रिपीट इट? जब मैं 5 साल की थी, when I was 5 years old, my mother committed suicide. मेरी मम्मी ने जो है आत्महत्या कर लिया। Okay. ഞാൻ 5 വയസ്സുള്ളപ്പോൾ എൻ്റെ മാതാവ് ആത്മഹത്യ ചെയ്യുവാനിടയായി തീർന്നു। तो वो परिस्थिति हमारे परिवार के लिए बहुत कठिन थी। ആ അവസ്ഥ ഞങ്ങളുടെ കുടുംബത്തിന് വളരെ കഠിനമാകുന്ന ഒരു സാഹചര്യമായിരുന്നു। और ये जो भी हुआ वो मेरे नजरों के सामने हुआ। मैंने अपनी मम्मी को अपनी आंखों से देखा। लोगों ने उनको हॉस्पिटल टैक्सी में बिठाकर हॉस्पिटल लेके जाते समय ഞാൻ ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും കാണുവാൻ ഇടയായി തീർന്നു। എൻ്റെ മമ്മിയെ
ആളുകളെ ടാക്സിയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ആ അനുഭവങ്ങളൊക്കെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെയാണ് സംഭവിച്ചത്. बस वो लास्ट बार मैंने उनको देखा, उसके बाद मैंने उनको कभी नहीं देखा. അപ്പോഴാണ് ഞാൻ അവസാനമായിട്ട് എൻ്റെ മാതാവിനെ കാണുവാനിടയായി തീർന്നത്. और क्योंकि मैं बहुत छोटी थी तो मुझे उनके फ्यूनरल में भी नहीं लेकर गए थे. ഞാൻ അന്ന് വളരെ ചെറുതായിരുന്നു, അതുകൊണ്ട് എൻ്റെ മാതാവിൻ്റെ ഫ്യൂണറലിന് ഞാൻ പോകുവാനിടയായി തീർന്നില്ല. और किसी ने कभी समझाया नहीं कि तुम्हारी मम्मी अब नहीं है और तुम उसकी आशा मत रखो. ആരും എന്നോടത് പറഞ്ഞ് മനസ്സിലാക്കി തന്നുമില്ല. എൻ്റെ മാതാവ് ഇപ്പോൾ ഭൂമിയിലില്ല, അതുകൊണ്ട് അമ്മയുടെ മേൽ ഇനിയും നിനക്ക് ആശ വെക്കുവാൻ കഴിയുകയില്ല. लेकिन परमेश्वर का वचन सच है. എന്നാൽ ദൈവത്തിന്റെ വചനം സത്യമുള്ളതാണ്. यशायाह उसका 49:15-16 में लिखा हुआ है. യെശയ്യാവിന്റെ പുസ്തകം 49-ാം അധ്യായം 17 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, एक दूध पिलाने वाली माँ अपने बच्चे को भूल सकती है. ഒരു പാല് കൊടുത്ത് വളർത്തിയ അമ്മ തന്റെ കുഞ്ഞിനെ മറക്കുവാനിടയായി തീരും. परंतु मैं तुम्हें कभी नहीं भूलूंगा. എന്നാൽ ഒരിക്കലും കർത്താവ് നമ്മെ മറക്കുകയില്ല. और सचमुच ये वचन हमारे जिंदगी में पूरा हुआ. ശരിക്കും ഈ വചനം എൻ്റെ ജീവിതത്തിൽ നിവൃത്തിയാകുവാനിടയായി തീർന്നു. हमारी माँ ने हमको छोड़ दिया. ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വിട്ടിട്ട് പോകുവാനിടയായി തീർന്നു. लेकिन तुरंत प्रभु यीशु मसीह ने हमारे हाथों को थाम लिया. എന്നാൽ പെട്ടെന്ന് തന്നെ കർത്താവ് ഞങ്ങളുടെ കരം പിടിക്കുവാനിടയായി തീർന്നു. मम्मी के मृत्यु के बाद मेरी बड़ी दीदी को जो है दुष्ट आत्मा का तकलीफ होने लगा. എൻ്റെ അമ്മയുടെ മരണശേഷം എൻ്റെ മൂത്ത സഹോദരിക്ക് പൈശാചിക ശക്തികളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയായി തീർന്നു. तो उसको प्रार्थना करने के लिए हमारे यहाँ पे पास्टर जॉन वेस्ली रेड्डी आते थे, पास्टर डैनियल, ये सारे लोग जो मसीह में उद्धार पा चुके थे, ये लोग हमारे घर में आने लगे. എൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാസ്റ്റർ ജോൺ വെസ്ലി, പാസ്റ്റർ ഡാനിയൽ, ഇങ്ങനെ ദൈവദാസന്മാർ ഞങ്ങളുടെ വീടുകളിൽ വരുവാൻ തുടങ്ങി. और फिर प्रार्थना करते करते वचन सुनाते सुनाते मेरी बहन को दुष्ट आत्मा से छुटकारा मिल गया. അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ സഹോദരിക്ക് ആ ദുഷ്ടശക്തിയിൽ നിന്ന്, ആ പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുതൽ കിട്ടുവാനിടയായി തീർന്നു. और उसी के साथ हमारा उद्धार हो गया. അങ്ങനെ ഞങ്ങളുടെ കുടുംബം കർത്താവിനെ സ്വീകരിക്കുവാൻ, രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. मेरी बड़ी दीदी का उद्धार हो गया, मेरी दूसरी बड़ी दीदी का उद्धार हो गया. എൻ്റെ മൂത്ത 2 സഹോദരിമാരും അങ്ങനെ കർത്താവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. और छोटे उम्र से ही वो लोग प्रार्थना सभाओं में जाते थे, वो लोग मसीह के पीछे चल रहे थे, तो मैंने भी मसीह के पीछे चलना सीखा. അങ്ങനെ എൻ്റെ സഹോദരിമാരെ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ പിൻപറ്റിയത് കൊണ്ട് എനിക്കും ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ പിൻപറ്റുവാൻ അവസരം കിട്ടി. और प्रभु ने मेरी जिंदगी को, हमारे जिंदगी को धीरे धीरे बदलना शुरू कर दिया. അങ്ങനെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ തുടങ്ങി. 16 या 17 साल की उम्र में मैंने परमेश्वर को अपने पूरे बुद्धि से मैंने उनको अपना उद्धार करता स्वीकार किया. 16-17 വയസ്സുള്ളപ്പോൾ ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ എൻ്റെ പൂർണ്ണ മനസ്സോടെ രക്ഷകനായി സ്വീകരിപ്പാനിടയായി തീർന്നു. और ईयर 2000 में मेरा बैप्टिज्म हुआ. 2000 ആണ്ടിൽ എൻ്റെ ബാപ്റ്റിസം നടക്കുവാനിടയായി തീർന്നു. मैं पढ़ाई में भी बहुत कमजोर थी, हर साल फेल होती थी. ഞാൻ വിദ്യാഭ്യാസത്തിലും വളരെ വീക്കായിരുന്നു, ഞാൻ പലപ്പോഴും തോറ്റുപോകുമായിരുന്നു. लेकिन उन दिनों में प्रमोट किया जाता था, तो भले ही एक सब्जेक्ट में फेल तो भी मुझे आगे प्रमोट करके मैं 7वीं तक पहुंची. അങ്ങനെ ഒരു സബ്ജക്റ്റിന് തോറ്റാലും പ്രൊമോഷൻ തന്ന് ഞാൻ 7ാം ക്ലാസ് വരെ എത്തുവാനിടയായി തീർന്നു. लेकिन प्रभु ने मेरे पढ़ाई के क्षेत्र में जिंदगी में काम करना शुरुआत किया, और प्रभु ने मुझे मदद किया कि पूरे परिवार में और पूरे खानदान में सबसे पहला ग्रेजुएशन मैंने कंप्लीट किया. എന്നാൽ ഞാൻ കർത്താവിനെ സ്വീകരിച്ച ശേഷം കർത്താവിനെ അനുഗ്രഹിച്ചു. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഗ്രാജുവേറ്റ് ആകാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. और प्रभु ने मुझे पोस्ट ग्रेजुएशन तक भी पहुंचाया. അതിനുശേഷം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുവാനിടയായി തീർന്നു. मुझे अच्छा जॉब मिला. നല്ല ജോലി എനിക്ക് കിട്ടുവാനിടയായി തീർന്നു. और ईयर 2008 में मेरी शादी हो गई. അങ്ങനെ 2008 എൻ്റെ വിവാഹം നടക്കുവാനിടയായി തീർന്നു. 31 अक्टूबर को हमारी शादी हुई. हम बहुत खुश थे. प्रभु ने बहुत अच्छा परिवार, बहुत अच्छे पति को मुझे दिया था. 2008 ഒക്ടോബർ മാസം 31-ാം തീയതി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. കർത്താവ് നല്ല ഒരു കുടുംബജീവിതം തന്നു. നല്ലൊരു ഹസ്ബൻഡിനെ കർത്താവ് നൽകുവാനിടയായി തീർന്നു.
तो इस प्रकार से मेरे जिंदगी में एक ट्रांजिशन हुआ, एक चेंज हुआ। जो हम पहले उद्धार नहीं थे, प्रभु को जानते नहीं थे, दुख में थे, तकलीफ में थे, लेकिन प्रभु ने हमारी जिंदगी को बदल दिया। वो हमारी जिंदगी में आके उद्धार को लेकर आए, हमारी जिंदगी को संवारने लगे, बदलने लगे। അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ കർത്താവിനെ അറിയത്തില്ലായിരുന്നു, എന്നാൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. അതിനനുസൃതമാകുന്ന പല മാറ്റങ്ങളും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്നു. और 2008 अक्टूबर में जब हमारी शादी हुई, उसके 27 दिन के बाद में मेरे हस्बैंड जो है वो 26/11 टेररिस्ट अटैक में फंसे थे. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം 27 ദിവസങ്ങൾക്ക് ശേഷം അന്നത്തെ ബോംബെയിലുണ്ടായിരുന്ന ടെററിസ്റ്റ് അറ്റാക്കിൽ എൻ്റെ ഹസ്ബൻഡ് അതിനെ നേരിടുവാനിടയായി തീർന്നു, അതിൽ അകപ്പെടുവാനിടയായി തീർന്നു. उनकी गवाही YouTube पे है और काफी लोग जानते हैं, तो मैं ज्यादा विस्तार रूप में नहीं बताऊंगी. ആ സാക്ഷ്യം യൂട്യൂബിലുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ എല്ലാവരും അത് അറിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. अजमल कसाब और अबू इस्माइल ने मेरे हस्बैंड के सीने के ऊपर AK-47 रख दिया था. അജ്മൽ കസബ് എന്ന് പറയുന്ന ആ ഭീകരവാദി എൻ്റെ ഭർത്താവിൻ്റെ മേലെ AK-47 വെക്കുവാനിടയായി തീർന്നു. എന്നാൽ എൻ്റെ കർത്താവ് എൻ്റെ ഹസ്ബൻഡിനെ രക്ഷിക്കുവാനിടയായി തീർന്നു. ഇത് 2008 കാര്യമാണ് ഞാൻ പറയുന്നത്. और जिस दिन मेरे पति हॉस्पिटल में थे, उस दिन प्रभु से उन्होंने एक बातें की कि प्रभु यदि तू मुझे ये आक्रमण से, ये टेररिस्ट अटैक से यदि तू मुझे बचा लेता है तो मैं जिंदगी भर तेरी सेवा करूंगा. അന്ന് പിന്നെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചാണ് ആ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് അവിടെ വെച്ച് തന്നെ എൻ്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ ഈ ഒരു അപകടത്തിൽ നിന്ന്, ആക്രമണത്തിൽ നിന്ന് നീ എന്നെ വിടുവിച്ചാൽ ഞാൻ ജീവൻ മുഴുവൻ നിന്റെ വേല ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനമെടുക്കുവാനിടയായി തീർന്നിരുന്നു. लेकिन क्योंकि शादी को सिर्फ 27 दिन हुए थे, जब वो वापस आए तो हम अपने लाइफ में बिजी हो गए और उस बात को हम भूल गए. അന്ന് വിവാഹം കഴിഞ്ഞിട്ട് 27 ദിവസങ്ങളെ ആയുള്ളൂ. അദ്ദേഹം മടങ്ങി വന്നു. അങ്ങനെയൊക്കെ തീരുമാനമെടുത്തെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ബിസി ആയിട്ട് പിന്നെയും ജീവിക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ രണ്ടുപേരും അന്ന് ജോലി ചെയ്യുകയാണ്. नवंबर 2009 में जब मेरे हस्बैंड अपने क्लासेस में बैठे हुए थे, तब उनको एक आवाज आई. 2009 നവംബർ മാസത്തിൽ എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ ക്ലാസ്സസിൽ ഇരിക്കുമ്പോൾ താൻ ഒരു ദൈവശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. और उनको इस तरह से प्रभु ने पूछा कि तूने मुझे उस दिन 26/11 को बाथरूम में जब तू छुपा हुआ था, तूने मुझसे एक वादा किया था. അന്ന് ഭർത്താവിനോട് ഇങ്ങനെ സംസാരിച്ച അന്ന് നീ ആ ബാത്റൂമിൽ നീ ഒളിച്ചിരിക്കുമ്പോൾ നീ എന്നോട് ഇങ്ങനെ ഒരു ഉടമ്പടി ചെയ്തിരുന്നില്ലയോ? लेकिन मेरे हस्बैंड ने कहा, प्रभु अभी तो मेरा परिवार शुरू हुआ है, मैं कैसे फुल टाइम मिनिस्ट्री में आऊं. तो परमेश्वर ने जो है उनके बिजनेस में लॉस करवाया, मतलब परमेश्वर नहीं परंतु उनके बिजनेस में लॉस होने लगा. അങ്ങനെ എൻ്റെ ഭർത്താവ് പറഞ്ഞു, കർത്താവെ ഞാൻ എങ്ങനെയാണ് ഫുൾ ടൈം മിനിസ്ട്രിക്ക് വരുന്ന ഒത്തിരി കാര്യങ്ങൾ എനിക്കുണ്ട്, എന്നാൽ പിന്നത്തേതിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ്സിൽ വലിയ നഷ്ടം വരുവാനിടയായി തീർന്നു. और एक दिन जब वो एक सभा में गए थे, तो परमेश्वर के दास पास्टर एजिकिया फ्रांसिस ने इस तरह से कहा कि यहाँ पर कोई है जो प्रभु की बुलाहट को इनकार कर रहा है. अगर आप इनकार करते रहेंगे तो फिर आपका बिजनेस जो है वो लॉस में चला जाएगा, आपका बिजनेस बंद हो जाएगा, ऐसा कहा उन्होंने. അതിനുശേഷം എൻ്റെ ഭർത്താവ് ഒരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ പാസ്റ്റർ എസഗിയ ഫ്രാൻസിസ് ഇങ്ങനെ പറയാനിടയായി തീർന്നു, ഇവിടെ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം കർത്താവിൻ്റെ വിളിയെ നിരാകരിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അങ്ങനെ മുൻപോട്ട് തുടർന്നാൽ തൻ്റെ ബിസിനസ്സിലൊക്കെ വലിയ നഷ്ടങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിപ്പാനിടയായി തീർന്നു. तो वहीं पर मेरे हस्बैंड ने अपने घुटने टेक दिए और प्रभु को कहा, प्रभु आई एम सॉरी, फ्रॉम टुडे ऑनवर्ड्स आई विल सर्व यू. അന്ന് തന്നെ എൻ്റെ ഭർത്താവ് അങ്ങനെ തീരുമാനമെടുത്തു, കർത്താവെ ഞാൻ എന്നോട് ക്ഷമിക്കണം, ഇന്ന് മുതൽ ഞാൻ നിന്റെ സേവ ചെയ്യാം, നിന്റെ വേല ചെയ്യാമെന്ന് തീരുമാനമെടുത്തു. तो 2009 से हम जो है फुल टाइम मिनिस्ट्री में आ गए और फिर कम से कम 3-3.5 साल तक नाला सुपारा में बाइबल स्कूल था. वहाँ पर हम लोग रेसिडेंशियल टीचर्स के रूप में थे. वहाँ पर रहते हुए प्रभु के वचनों को सिखाते थे. और उसके बाद में प्रभु ने अलग अलग कलीसियाओं में वचन देने के लिए, टीचिंग्स देने के लिए मेरे हस्बैंड का इस्तेमाल किया.
അതിനുശേഷം മൂന്നര വർഷത്തോളം നല്ല സുപ്പാറയിലുള്ള ഒരു ബൈബിൾ സ്കൂളിൽ അവിടുത്തെ റെസിഡൻസ് ടീച്ചേഴ്സായിട്ട് ഞങ്ങൾ അവിടെ പ്രവർത്തിപ്പാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം പല സ്ഥലങ്ങളിലും പല ഇടങ്ങളിലും കർത്താവിനെ സാക്ഷിക്കുവാൻ, കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. और फिर उसके बाद में 2009 में हमारा पहला बेटा पैदा हुआ बेनी, और 2014 में मेरा दूसरा बेटा पैदा हुआ इज़राइल। प्रभु ने हमारे घर को आशीष किया, परिवार को आशीष किया, बच्चों को दिया परमेश्वर ने। हर प्रकार से प्रभु ने हमें बोलते हैं ना एक अच्छा मौसम हमारे जिंदगी में था। 2009 എൻ്റെ ആദ്യത്തെ മകൻ ബെന്നി ജനിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം 2014 ഇസ്രായേൽ ജനിച്ചു എൻ്റെ രണ്ടാമത്തെ മകൻ. ഞങ്ങൾക്ക് നല്ല കുടുംബം, നല്ല അന്തരീക്ഷം, എല്ലാം നല്ലതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. और हम बहुत खुश थे सेवा करते हुए. ഞങ്ങൾ ആത്മീക ശുശ്രൂഷയിൽ വളരെ സന്തോഷത്തോടെ കൂടെ മുൻപോട്ട് പോയി. और पिछले साल जुलाई 2 को मैं और मेरे हस्बैंड और मेरे दोनों बच्चे हमारे गाड़ी में बैठकर हम मेरे भाई के घर जा रहे थे विरार. കഴിഞ്ഞ വർഷം ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ഞങ്ങളുടെ വണ്ടിയിൽ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ, വിരാറിലുള്ള സഹോദരൻ്റെ വീട്ടിലേക്ക് പോകുകയായിരുന്നു. और जब हमारी गाड़ी सातीवली वसई के ब्रिज में आई तो पीछे से डंपर ने आकर हमारी गाड़ी को ठोक दिया. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വസായിക്ക് അടുത്ത സാത്തിവേലി ഹൈവേയുടെ സൈഡിൽ വെച്ച് ഒരു പുറകിൽ കൂടെ ഒരു വണ്ടി വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയെ ഇടിക്കുവാനിടയായി തീർന്നു. और हमारी गाड़ी जो है दूसरे रास्ते पर जाकर गिरी, और दूसरे रास्ते पर दूसरे एक ट्रक ने फिर एक बार हमारी गाड़ी को ठोकर मारी, और फिर से वो पहले वाले रास्ते पर आकर गिरी. ഞങ്ങള് പോയിരുന്ന സൈഡിൽ നിന്നും വണ്ടിയെ ഇടിച്ച് തെറിപ്പിച്ച് ഹൈവേയുടെ എതിർഭാഗത്തേക്ക്, റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞങ്ങളുടെ വണ്ടിയെ എടുത്തിടുവാൻ ഇടയായി തീർന്നു. അവിടെ കൂടെ വന്ന ഒരു ട്രക്ക് പിന്നെയും ഞങ്ങളുടെ കാറിനെ ഇടിച്ചിട്ട് ആ കാർ വീണ്ടും ഇങ്ങേ സൈഡിലോട്ട് തെറിച്ച് വീഴുവാൻ ഇടയായി തീർന്നു. मैं और मेरा छोटा बेटा आगे बैठे हुए थे मेरे हस्बैंड के बाजू में, और मेरा बड़ा बेटा पीछे बैठा हुआ था. ഞാനും എൻ്റെ കൊച്ചുമകനും ഹസ്ബൻഡിൻ്റെ കൂടെ ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നത്. എൻ്റെ മൂത്ത മകൻ ബാക്ക് സീറ്റിലും ആണ് ഇരുന്നത്. और फिर जैसे ही ये एक्सीडेंट, थोड़े समय के लिए मेरा होश चला गया था, लेकिन तुरंत मैं फिर से होश में आ गई. ആക്സിഡന്റ് ഉണ്ടായി ഒരു അല്പസമയത്തേക്ക് എൻ്റെ ബോധം നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ അതിനുശേഷം എനിക്ക് ബോധം തിരിച്ചു വന്നു. और मैंने अपने आंखों से मेरे हस्बैंड को देखा कि उनके पूरे मतलब नाक से बहुत, सर से बहुत खून बह रहा है, और मेरे दोनों बच्चों को जो है लोग ने पहले निकाल दिया और उनको डिवाइडर पे लिटा दिया था. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എൻ്റെ ഭർത്താവിനെ അവിടെ ഒരു ഭർത്താവിൻ്റെ മുക്കിക്കൂടെയും ഒക്കെ രക്തം വരുന്നു. അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളെ അടുത്തുള്ള ആളുകൾ ഡിവൈഡറിലേക്ക് ഇറക്കി കിടത്തിയിരിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുവാനിടയായി തീർന്നു. तो मुझे ऐसे लगा कि शायद वो लोग बेहोश हो गए होंगे, क्योंकि मेरे दोनों भी हाथ फ्रैक्चर हो गए थे. ये वाला हाथ भी फ्रैक्चर हो गया था, ये वाला हाथ फ्रैक्चर हो गया था, और मेरा ये जो जॉज है वहाँ पे फ्रैक्चर हुआ था, और शरीर में बहुत छोटे छोटे फ्रैक्चर हुए थे, और मेरा जो लेफ्ट लेग है उसमें भी घाव आया था. उतना ही नहीं, परंतु मेरे पेट में जो लिवर और स्प्लीन, ये सारी चीजों से घाव के कारण बहुत खून बह रहा था. ഞാൻ എൻ്റെ രണ്ട് കൈക്കും ഫ്രാക്ചർ ഉണ്ടായിരുന്നു. എൻ്റെ കാലുകൾക്ക് അങ്ങനെ ധാരാളം എൻ്റെ ശരീരത്തെ പരിക്കുകളും മുറിവുകളും ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തു എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ ബോധം കെട്ട് കിടക്കുകയാണ് എന്ന് ഞാൻ ഓർക്കുവാൻ ഇടയായി. എൻ്റെ ശരീരത്തിലെല്ലാം ഒടിവും മറ്റു മുറിവുകളും എൻ്റെ ശരീരത്തിലെല്ലാം ഉണ്ടായിരുന്നു. मुझे नजदीकी हॉस्पिटल में वो लोगों ने एडमिट कर दिया. डॉक्टर्स ने कहा था कि अगर इनका इंटरनल ब्लीडिंग रुकता है 48 आवर्स के अंदर तो ये बच सकते हैं, नहीं तो शायद ये भी नहीं बचेंगे. എന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ഡോക്ടേഴ്സ് പറഞ്ഞു, ഇന്റേണൽ ബ്ലീഡിങ് നിൽക്കുകയാണെങ്കിൽ ഇവരെ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഇവരെ രക്ഷപ്പെടുവാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. प्रभु के अनुग्रह से, लोगों की प्रार्थना से, प्रभु ने रखे हुए योजना के कारण प्रभु ने इंटरनल ब्लीडिंग वहाँ पे ही 2-3 दिन में कंट्रोल में लाया. ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട്, ദൈവത്തിൻ്റെ പ്രത്യേക ഉദ്ദേശം കൊണ്ട് ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ 2-3 ദിവസത്തിനകം എൻ്റെ ഇന്റേണൽ ബ്ലീഡിങ് നിൽക്കുവാനിടയായി തീർന്നു. वहाँ से दूसरे हॉस्पिटल में शिफ्ट किया, और उन्होंने कुछ दिन तक ऑब्जर्वेशन में रखा. അവിടെ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ഒബ്സർവേഷനിൽ വെക്കുവാനിടയായി തീർന്നു. और फिर 10-12 दिन के बाद मुझे बॉम्बे के नायर हॉस्पिटल में शिफ्ट करा दिया गया ऑपरेशंस कराने के लिए. 10-12 ദിവസങ്ങൾക്ക് ശേഷം എന്നെ ബോംബെയിലുള്ള നായർ ഹോസ്പിറ്റലിലേക്ക് ഓപ്പറേഷന് വേണ്ടി ഷിഫ്റ്റ് ചെയ്യുവാനിടയായി തീർന്നു.
जिस दिन पहले दिन जब मुझे ट्रॉमा वार्ड में एडमिट किया गया था, അവിടെ ട്രോമാ കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്ത ആദ്യത്തെ ദിവസം തന്നെ मेरी बड़ी दीदी और डॉक्टर दोनों बातें कर रहे थे. എൻ്റെ മൂത്ത സഹോദരിയും ഡോക്ടറും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. और डॉक्टर ने पूछा कि इनके परिवार में कौन है, तो मेरी दीदी ने कहा कि हस्बैंड और 2 बच्चे हैं. ഡോക്ടർ ചോദിച്ചു കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മൂത്ത സഹോദരി പറഞ്ഞു ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളുമുണ്ട്. तो डॉक्टर ने पूछा कहाँ है, तो मेरी दीदी ने ऐसे इस तरह से ऐसा किया, मुंडे हिलाया. അപ്പോൾ ഡോക്ടർ ചോദിച്ചു അവരെന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ എൻ്റെ സഹോദരി തല കുലുക്കി ഇല്ല എന്ന് കാണിക്കുവാനിടയായി തീർന്നു. डॉक्टर शॉक हो गया. उसने दोबारा पूछा तो मेरी दीदी ने फिर थोड़ा धीमे से ऐसे, मतलब वो लोग मुझसे दूर ही खड़े रह के बात कर रहे थे, लेकिन उसके लिप्स को मैं पढ़ पा रही थी और वो इस तरह से कहने लगी कि तीनों भी नहीं बचे हैं. അവരല്പം ദൂരെയാണ് നിന്നതെങ്കിലും എനിക്ക് അവരുടെ ചുണ്ടുകൾ അനക്കുന്നത് വെച്ച് എനിക്ക് കാണുവാൻ എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. എൻ്റെ സഹോദരി പറഞ്ഞത് എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും ഇന്ന് ജീവനോടില്ലെന്നുള്ള കാര്യമാണ് അവർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. उस दिन मुझे पता चला कि मेरे हस्बैंड और मेरे बच्चे जो है एक्सीडेंट में ऑन द स्पॉट वो प्रभु के पास चले गए थे. और मैंने बहुत तमाशा किया, बहुत चिल्लाया. मैंने कहा कि मुझे हॉस्पिटल में रहना नहीं है, मुझे घर ले चलो, मुझे ऑपरेशन नहीं करवाना है, मुझे जीना नहीं है. अगर मैं जीऊँ तो किसके लिए जीऊँ, ऐसा मैंने बहुत कुछ कहा. അന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ ഹസ്ബൻഡ് കുഞ്ഞുങ്ങളും ആ അപകടത്തിൽ ഓൺ ദ സ്പോട്ട് അവരെ മരിച്ചു പോകുവാൻ ഇടയായിത്തീർന്നു. ഞാനത് കേട്ടപ്പോൾ ഞാൻ വളരെയധികം ബഹളമുണ്ടാക്കി, ഞാൻ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. ഞാൻ പറഞ്ഞു എനിക്കിനി ഹോസ്പിറ്റലിൽ കിടക്കണ്ട, എന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ട, എന്നെ ഇനി ഓപ്പറേഷൻ ചെയ്തതുകൊണ്ട് എന്താ പ്രയോജനം, എന്നെ വീട്ടിൽ കൊണ്ടുപോയി, എനിക്കിനി ജീവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ ബഹളം ഉണ്ടാക്കാനും നിലവിളിക്കുവാനും ഇടയായിത്തീർന്നു. मेरे आत्मिक पिता पास्टर जॉन वेस्ली रेड्डी फिर अंदर आए और उन्होंने मुझे थोड़ा समझाया और उन्होंने कहा कि ऑपरेशन करवा लो, प्रभु की कुछ इच्छा होगी, योजना होगी, हम बाद में बात करेंगे, लेकिन तुम ऐसा मत करो. तो उनके कहने पर मैं शांत हो गई. എൻ്റെ ആത്മിക ലീഡേഴ്സ് അകത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു ഇപ്പോൾ നീ ഓപ്പറേഷന് വേണ്ടി സമ്മതിക്കുക, ദൈവത്തിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടാകും, ഇപ്പോൾ നീ തടസ്സം പറയില്ല, ഈ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുവാനിടയായി തീർന്നു. और फिर वहाँ पर मेरी ऑपरेशन हो गई. ये वाले हाथ में जो है प्लेट्स लगाई हुई है और ये वाला हाथ जो है पूरी तरह से स्ट्रेट नहीं होता, लेकिन ताकत है. और यहाँ पे भी जॉज में भी मुझे प्लेट्स लगाए हुए हैं यहाँ पे, और मेरे पैर का घाव सब सारा ऑपरेशंस, वहाँ पर सिर्फ 2 ऑपरेशन हुए और बाकी के दूसरे हॉस्पिटल में ऑपरेशन किए गए. तो मेरा सारा ऑपरेशन वगैरह सब हो गया. और जब नायर में ऑपरेशन होने के बाद मुझे डिस्चार्ज किया गया तो मैं मेरे घर में आ गई. അവിടെ വെച്ച് തന്നെ എനിക്ക് പല ഓപ്പറേഷൻ നടന്നു. എൻ്റെ വലത് കൈയിൽ ഓപ്പറേഷൻ ചെയ്ത് പ്ലേറ്റ് ഇടുവാനിടയായി തീർന്നു. ഇടത് കൈക്കും ഓപ്പറേഷൻ ചെയ്തു. അതിപ്പോഴും ഫുള്ള് നൂർക്കാൻ പറ്റുകയില്ല എന്നുള്ളതിൻ്റെ ബലമുണ്ട്. എൻ്റെ താടിക്ക് പ്ലേറ്റ് ഇടുവാനിടയായി തീർന്നു. എൻ്റെ കാലുകൾക്കുള്ള പരിക്കുകൾക്കൊക്കെ ഓപ്പറേഷൻ ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ പല ഓപ്പറേഷൻ നായർ ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്ത ശേഷം എന്നെ പിന്നെയും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാനിടയായി തീർന്നു. और जब मैं घर पे आई तो जैसे दाऊद के समय में जब वो फलिस्तियों से लड़ने के लिए गया और फिर आधे रास्ते से वापस भेज दिया गया, तो उसने देखा कि पूरा उसका नगर जिकलग, घर खेत सब जला हुआ है, बीवी बच्चे कोई भी नहीं है. तो जब मैं मेरे घर पे आकर मुझे भी ऐसे ही महसूस हुआ कि मैं मेरे घर पे हूँ लेकिन सब जगह राख दिखाई दे रहा था, क्योंकि मेरे बच्चों के खिलौने हैं, चप्पल है, टॉयज पड़े हुए हैं, कपड़े पड़े हुए हैं, बच्चों के पति के सारी चीजें हैं, परंतु लोग नहीं है, मेरे प्रिय नहीं है. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്കുണ്ടായ അവസ്ഥ, ദാവീദ് ഫിലിസ്തീനെ സഹായിക്കാൻ യുദ്ധത്തിന് പോയ ശേഷം തിരിച്ച് സിഗ്ലാഗിലേക്ക് വന്നപ്പോൾ അവൻ കാണുന്നത് അവൻ്റെ കുടുംബത്തെ മുഴുവൻ ശത്രു പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു, അവിടെ ആരും ശേഷിക്കുന്നില്ല. അപ്പോൾ അവനുണ്ടായ ദുഃഖം പോലെ ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായത്. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ വീട്ടിലുള്ള എനിക്ക് പ്രിയപ്പെട്ടവരാരും അവിടെയില്ല. എൻ്റെ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ ചിതറിക്കിടക്കുന്നു. എൻ്റെ ഭർത്താവില്ല, എൻ്റെ കുഞ്ഞുങ്ങളില്ല, എനിക്ക് പ്രിയപ്പെട്ടവരോ ആരും അവിടെ ഇല്ല. എനിക്കെല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നുവാനിടയായി തീർന്നു. पहला शमूएल 30वां अध्याय उसका 4था वचन से अगर हम पढ़ेंगे, वहां पर लिखा है दाऊद और उसके साथी जितना उनके अंदर ताकत था ताकत लगाकर रोए. लेकिन 6ठे वचन को अगर हम देखेंगे तो वहां पर इस तरह से लिखा है, फिर दाऊद ने अपने परमेश्वर यहोवा को स्मरण किया और उसमें हियाव बांधा.
1 ശമൂവേൽ 30-ാം അധ്യായം 4-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ദാവീദും അവൻ്റെ കൂടെയുള്ളവരും അവരുടെ ശരീരത്തിൻ്റെ ബലം മുഴുവൻ നഷ്ടപ്പെടുന്നത് പോലെ കരഞ്ഞു. എന്നാൽ 6-ാമത്തെ വാക്യത്തിൽ പിന്നെയും നാം അവിടെ കാണുന്നത് അവൻ ദൈവത്തെ ഓർത്തപ്പോൾ, ദൈവത്തെ അവന് ധ്യാനിച്ചപ്പോൾ അവൻ്റെ മേൽ പിന്നെയും ബലം വരുവാനിടയായി തീർന്നു. तो मैंने भी जितना मेरे अंदर ताकत था, मेरे शरीर में जितना ताकत था, मैंने भी बहुत रोया, विलाप किया और फिर मैंने परमेश्वर को स्मरण किया. मेरे घर में जितने भी वचनों को लगाए हुए हैं, जो एक इस तरह से एक वॉल हैंगिंग है कि क्राइस्ट इज द हेड ऑफ दिस हाउस, तो मैंने उन बातों को और उन वचनों को, जितने भी वचन लगाए हुए हैं सब वचनों को मैंने जोर जोर से घोषणा करना शुरुआत किया. प्रभु के वचनों को स्मरण करके मैंने प्रभु यहोवा में हिया बांधा. ഞാനും അപ്രകാരം തന്നെ ദാവീദ് ചെയ്തതുപോലെ ഞാൻ കർത്താവിനെ ഓർക്കുവാനിടയായി തീർന്നു. ഞാൻ ഒത്തിരി കരഞ്ഞു, വിലപിച്ചു. ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ബലം നഷ്ടപ്പെടുന്നത് പോലെ വിലപിച്ചു. എന്നാൽ അതിനുശേഷം കർത്താവിനെ ഞാൻ ദാവീദ് ഓർത്തതുപോലെ ഓർക്കുവാനിടയായി തീർന്നു. അതിനുശേഷം എൻ്റെ വീട്ടിൻ്റെ ഭിത്തിയിലൊക്കെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ഞാൻ ആവർത്തിച്ച് വായിച്ച് അത് ഞാൻ ഘോഷിക്കുവാനിടയായി തീർന്നു. എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്, കർത്താവ് ഈ വീടിൻ്റെ പിന്നെ തലയാകുന്നു, ഹെഡാകുന്നു എന്നുള്ളൊരു വാക്യമുണ്ട്. അങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ് അതിൽ ഞാൻ ബലപ്പെടുവാനിടയായി തീർന്നു. तो ये एक फिर से मेरे लाइफ में दूसरा ट्रांजिशन हो गया. ഇത് എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ വലിയ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു വലിയ മാറ്റത്തിന്റെ സമയമായിരുന്നു. एक टूटे हुए परिस्थिति से प्रभु ने उद्धार किया. उद्धार के बाद प्रभु ने खुशियों को दिया. खुशियों के बाद फिर एक बार एक ऐसा मौसम आया जहाँ पर मैंने अपना सब कुछ खो दिया. വളരെ തകർന്നുപോയ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നാണ് കർത്താവിനെ രക്ഷിച്ചത്, ഞാൻ രക്ഷിക്കപ്പെട്ടത്. അതിനുശേഷം ഒരു നല്ല ജീവിതം എനിക്ക് കർത്താവ് തന്നു. എന്നാൽ പിന്നെയും എൻ്റെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങളുടെ, കഷ്ടങ്ങളുടെ ഒരു സമയം പിന്നെയും വരുവാനിടയായി തീർന്നു. लेकिन हमको याद रखना है कि हमारी परिस्थितियां भले ही बदलती जाए, परमेश्वर वही है जो कल था, आज है और युगानुयुग. वो नहीं बदलने वाला परमेश्वर. ആമേൻ. എന്നാൽ ഒരു കാര്യം നമുക്ക് എപ്പോഴും ഓർക്കണം, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറും, പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ മാറ്റമില്ലാത്തവനാണ്. जो प्यार से उसने मुझे बचपन में अपने गोद में ले लिया, अपने सीने से लगा लिया था, तो परमेश्वर का प्यार आज भी मेरे लिए सेम है. എന്നെ അന്ന് കർത്താവ് എടുത്ത് തൻ്റെ മാർവോട് ചേർത്തെങ്കിൽ അതേ സ്നേഹം ഇന്നും, അതേ സ്നേഹം കർത്താവിൻ്റെ അതുപോലെ തന്നെ എനിക്കുണ്ട്. और प्रभु का प्रेम मुझे ये सिखा रहा है, ये बता रहा है कि जिंदगी में कई चीजें, कई लोग, परिस्थितियां आएंगी और चली जाएंगी, परंतु मैं तुम्हारे जिंदगी में बने रहने के लिए आया हूँ. കർത്താവ് എന്നെ ഇങ്ങനെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. ജീവിതത്തിൽ പല പ്രതികൂലങ്ങളും പല സാഹചര്യങ്ങളും വരും, എന്നാൽ കർത്താവ് എല്ലാ കാലത്തും കൂടിയിരിക്കും, കർത്താവ് നമ്മോട് ചേർന്നിരിക്കും. I will never leave you, never forsake you. ദൈവത്തിന്റെ വചനം പറഞ്ഞ് ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. सचमुच परमेश्वर ने वो सारे समय, अब ये घटना को हुए कम से कम 8-9 महीने गुजर चुके हैं, लेकिन उस समय से प्रभु ने मेरे हाथ को पकड़कर बहुत उतार चढ़ाव आए, बहुत दुख हुआ, बहुत आंसू बहाए और बहुत दर्द से गुजरी हूँ, लेकिन ये सारे परिस्थितियों में प्रभु ने मेरे हाथों को थामकर मुझे यहाँ तक लाया है. ഈ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോൾ 8-9 മാസമായിരിക്കുന്നു. എന്നാൽ കർത്താവ് ഇന്നുവരെയും എന്നെ നടത്തുവാനിടയായി തീർന്നു, പരിപാലിക്കാനിടയായി തീർന്നു. അനവധി പ്രതിസന്ധികളിലൂടെ പോയി അതിൻ്റെ എല്ലാം നടുവിൽ കർത്താവിനോട് കൂടെ ഇരിക്കുവാനിടയായി തീർന്നു. प्रभु यीशु मसीह का वचन जो हमारे अंदर कुलुस्सियों 3:16 के अनुसार बहुतायत से हमें भर के रखना है, क्योंकि वो वचन जीवन है. और ऐसी परिस्थितियों में जब सारा सहारा या फिर सारा हमारा जिस चीज के ऊपर हम निर्भर रहते हैं, ये सारी चीजें भी अगर हमसे दूर हो जाए तो भी ये वचन हमें थामे रहता है और ये वचन हमारे अंदर से जीवन को बहने में सहायता करता है, क्योंकि वचन जीवन है. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 16-ാം അധ്യായം പറയുന്നതുപോലെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുവാനിടയായി തീരണം. അങ്ങനെ വചനം ഉള്ളിലുണ്ടെങ്കിൽ വചനം തന്നെയാണ് ജീവൻ. വചനം നമ്മെ ബലപ്പെടുത്തുവാനിടയായി തീരും, വചനം നമുക്ക് ജീവൻ നൽകുവാനിടയായി തീരും.
4 महीने के अंदर प्रभु ने मुझे पूरी तरह से ठीक कर दिया। बहुत सारे लोगों ने मुझे आर्थिक मदद की, प्रार्थनाओं की मदद की, हर प्रकार से इमोशनली मुझे सपोर्ट किया, मेरे फैमिलीज और चर्चेस सारे लोगों ने। 4 महीने के अंदर प्रभु ने मुझे पूरी तरह से अच्छा रखे। मैं सेवकाई भी करने लगी। लोग जो है सामने से मुझे कॉल करके बुलाने लगे कि अपनी गवाही को हमारे चर्च में आकर शेयर कीजिए, वचन को आकर शेयर कीजिए। परमेश्वर ने मेरे लिए डोर्स भी ओपन करना शुरुआत कर दिए। 4 മാസം കൊണ്ട് കർത്താവ് എന്നെ ബലപ്പെടുത്തുവാനും സൗഖ്യമാക്കുവാനും ഇടയായി തീർന്നു. അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അനേകർ എന്നെ സാമ്പത്തികമായിട്ടും ആത്മീകമായിട്ടും ഒക്കെ എന്നെ ബലപ്പെടുത്തുവാൻ സഹായിക്കുവാൻ ഇടയായി തീർന്നു. ദൈവസഭകളും ദൈവദാസന്മാരും ഒക്കെ പ്രാർത്ഥിച്ചു. പിന്നത്തേതിൽ ആ 4 മാസങ്ങൾക്ക് ശേഷം അവരൊക്കെ പലരും എന്നെ വിളിക്കുകയും അവരുടെ സഭകളിലെ സാക്ഷ്യങ്ങൾ പറയുവാനൊക്കെ എന്നെ വിളിക്കുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ അനേകരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. आज भी मैं मेरे घर में हूँ, वही जगह पे हूँ और मुझे किसी भी चीज की आज भी कोई कमी घटी नहीं होने दे रहा है परमेश्वर. ഇന്നും ഞാൻ അതേ വീട്ടിൽ തന്നെ താമസിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ ഇന്നും ഒരു വിഷയത്തിലും ഒരു കുറവില്ലാതെ കർത്താവ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. So this is another season of my life. എൻ്റെ ജീവിതത്തിലെ മറ്റൊരു സീസണാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. और मुझे नहीं पता कि आगे प्रभु मुझे कौन से सीजन में ले जाएगा. എനിക്കറിയില്ല ഇനിയും കർത്താവ് എന്നെ എപ്രകാരമുള്ള ഒരു സീസണിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്. लेकिन जब भी हमारे जिंदगी में बदलावन आते हैं, എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ, हमको वो बदलावन के साथ आगे बढ़ना है, ना कि प्रभु को सवाल करते हुए या फिर कंप्लेन करते हुए. നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാനോ ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുവാനോ ഇടയായി തീരാതെ ആ ദൈവം തരുന്ന ചേഞ്ചസ് അനുസരിച്ച് നാം മുൻപോട്ട് പോകുവാൻ ഇടയായി തീരണം. सवाल करना बुरा नहीं है, लेकिन अगर जवाब नहीं मिल रहा है तो शायद प्रभु जवाब देना नहीं चाहते या फिर अपने समय में देना चाहते हैं. ചോദ്യങ്ങൾ ചോദിക്കുന്നത് തെറ്റല്ല. എന്നാൽ ദൈവം ഉത്തരം നൽകുന്നില്ലെങ്കിൽ ചിലപ്പോൾ ദൈവം അതിന് ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം മറ്റൊരു സന്ദർഭത്തിൽ അതിന് ഉത്തരം നൽകുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. एक सीजन था जब मैं मेरे हस्बैंड के साथ ही घर से बाहर निकलती थी, उनके साथ ही सेवा करने जाती थी, उनके साथ ही घर से यदि बाहर निकलना है तो साथ में ही निकलना है, कभी अकेले जाना नहीं हुआ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ പുറത്തു പോകണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ മാത്രമേ ഞാൻ പുറത്തു പോകത്തുള്ളൂ. എവിടെ പോയാലും ഞങ്ങൾ ഒന്നിച്ച് മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ. അങ്ങനെ ഒരു സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. लेकिन आज एक नया समय प्रभु ने दिया है जहां मुझे अकेले आगे बढ़ना है. എനിക്കിപ്പോൾ അങ്ങനെ ഒരു സീസൺ എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കണം, ഒറ്റയ്ക്ക് മുമ്പിലേക്ക് പോകണം. तो मुझे जो है मेरे पुराना जो ओल्ड सीजन था, मेरा पुराना जो समय था, उसे छोड़कर, वो अच्छा था, वो यादें अच्छी थी और वो सारे एक्सपीरियंस अच्छे थे, लोग अच्छे थे, सब प्रिय था, सब अच्छा था. लेकिन वो अच्छा होने के बावजूद मुझे उसे भूल कर, उसे छोड़कर आगे चलना है. എൻ്റെ പഴയ ആ സമയങ്ങൾ അത് നല്ല സമയങ്ങളായിരുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ നല്ലതായിരുന്നു, അതിൻ്റെ ഓർമ്മകൾ നല്ലതായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറന്നിട്ട് എനിക്ക് അടുത്ത സീസണിൽ മുൻപോട്ട് പോയേ മതിയാകുകയുള്ളൂ. हालेलुया. आमेन. और जब हम आगे, हमको प्रभु जब दूसरे एक स्तर में या मौसम में या फिर एक विश्वास में, ऋतु में प्रभु हमको दूसरे लेवल पे अगर ले जाना चाहता है, तो कभी कभी ऐसा होता है कि हमारे अंदर बहुत प्रश्न आने लगते हैं कि आगे क्या होगा. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ദൈവം മറ്റൊരു സീസണിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ, മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു ലെവലിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത് നിമിത്തം കടന്നു വരുവാനിടയായിത്തീരും. और कई बार हमको रास्ता भी नहीं दिखाई देगा. हम कुछ भी चीज हो सकता है, फैमिली के विषय में या फिर तुम्हारे मिनिस्ट्री के विषय में या फिर तुम्हारे करियर के विषय में, तुम्हारे रिलेशनशिप्स के विषय में, कोई भी विषय में शायद आप चिंतित है कि आगे फ्यूचर में क्या होगा, आगे क्या होगा, मुझे कोई रास्ता नहीं दिखाई दे रहा है. तब प्रभु का वचन कहता है, नीति वचन 3 अध्याय उसका 5वां वचन, जैसे हम जानते हैं कि ऐसे समय में अपनी समझ का सहारा मत लेना.
ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും, നമ്മുടെ മുമ്പിൽ ഒരു വഴിയുമില്ല എന്ന്. ചിലപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ റിലേഷൻഷിപ്പിൽ, അങ്ങനെ പല കാര്യങ്ങളിൽ നമുക്ക് വഴികളെല്ലാം അടഞ്ഞതുപോലെ തോന്നും. അപ്പോൾ നാം ഒരിക്കലും നമ്മിൽ തന്നെ ആശ്രയിക്കരുത്. സദൃശവാക്യം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നാം നമ്മിൽ ആശ്രയിക്കാതെ നാം കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകണം. लेकिन वचन आगे इस तरह से कहता है, लीन नॉट ऑन योर ओन अंडरस्टैंडिंग, बट 6वां वचन अगर हम देखेंगे, 6-ാമത്തെ വാക്യം നാം നോക്കുമ്പോൾ, സദൃശവാക്യം 3-ന്റെ 6-ാമത്തെ വാക്യം നാം നോക്കുമ്പോൾ, seek his will in all you do and he will show you which path to take. നിന്റെ എല്ലാ വഴികളിലും അവനെ തന്നെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും എന്നാണ് ആ വചനം പറയുന്നത്. यहाँ पे जो शब्द इस्तेमाल किया गया है, कौन से रास्ते को तुम्हें लेना है, कौन सा मार्ग तुम्हें चुनना है. ഇവിടെ ഇങ്ങനെ ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് വഴിയാണോ നിനക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ളത്, वो प्रभु हमको बताएगा. അത് ദൈവം നമുക്ക് കാണിച്ചു തരുവാനിടയായി തീരും.